നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ക്ഷമയാണ്, അല്ലെ പേഷ്യൻസ് ആണ്. അപ്പോൾ നമ്മളെ പോലെയുള്ള പലർക്കും ഇല്ലാത്ത ഒരു സംഗതിയും ക്ഷമയാണ്. നിക്ഷേപകരിൽ ഒട്ടുമിക്ക ആളുകളും ആഗ്രഹിക്കുന്നത് അവർ നടത്തുന്ന നിക്ഷേപങ്ങൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ലെ ഒരാഴ്ച കൊണ്ടോ ഡബിൾ ആകണം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. ഈ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടാണ് മിക്കവാറും എല്ലാ നിക്ഷേപകരും സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നത്. നമ്മൾ ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയാലും തീർച്ചയായിട്ടും ആ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ ഗെയിൻ ലഭിക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് എല്ലാ കാര്യങ്ങളിലും ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ സാധാരണ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം എത്രയും എളുപ്പത്തിൽ പണമുണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലും അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്ന നമ്മളെ നയിക്കുന്ന 2-3 പേഴ്സണൽ ആയിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അല്ലെങ്കിൽ ഗ്രീഡ്. സാധാരണ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഇതേപോലെയുള്ള പേഴ്സണൽ ഫീലിങ്സ് നിങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിയർ ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പേടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്തി മാർക്കറ്റ് ഷോർട്ട് ടൈമിൽ കറക്ഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുറയുന്ന ഒരു സാഹചര്യത്തിൽ പാനിക്കാകുകയും നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ കുറഞ്ഞ വിലയ്ക്ക്, അതായത് പലപ്പോഴും നഷ്ടത്തിൽ വിൽക്കാറുമുണ്ട്. സെബിയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏകദേശം 92 മുതൽ 95% വരെയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നഷ്ടത്തിലാണ് അവർ നിക്ഷേപങ്ങൾ നടത്തുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ റിസർച്ച് നടത്തുന്നില്ല. അതോടൊപ്പം തന്നെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് അവർ സന്നദ്ധരാകുന്നില്ല. ഇവിടെ നമ്മളെ നയിക്കുന്ന ഒരു പേഴ്സണൽ ഫീലിംഗ് എന്ന് പറയുന്നത് ഗ്രീഡാണ്, അത്യാർത്തിയാണ്. എത്രയും പെട്ടെന്ന് കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന മറ്റൊരു പേഴ്സണൽ ഫീലിംഗ് ഗ്രീഡാണ്. അപ്പം അത്യാർത്തി, നമുക്ക് കൂടുതൽ പണം എളുപ്പത്തിൽ സമ്പാദിക്കാൻ വേണ്ടി പല സമയങ്ങളിലും പല സ്റ്റോക്കുകൾ ഹൈ വാല്യുവേഷനിൽ നമ്മൾ വാങ്ങാറുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും മറ്റും നിങ്ങൾക്ക് അഡ്വൈസ് ലഭിക്കുന്ന, എസ്പെഷ്യലി TV ചാനലുകളിലും മറ്റും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ നടത്തുന്ന ആളുകളെ കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ഫൈനാൻഷ്യൽ ന്യൂസുകളും മറ്റും ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇതിൻ്റെ ഡേഞ്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. വർഷങ്ങളായിട്ട് ഇതേപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള റെക്കമെൻഡേഷൻസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഒരുപാട് ഫ്രോഡും മാൽ പ്രാക്ടീസും നടത്തുന്നുണ്ട്. ഇതേപോലെയുള്ള സ്റ്റോക്കുകൾ അവർ മുൻകൂറായിട്ട് വാങ്ങിയിട്ട് TV-യിലും മറ്റും വന്ന് ഈ സ്റ്റോക്ക് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും അവരത് ഹൈ പ്രൈസിൽ വിറ്റ് ലാഭം ഉണ്ടാക്കുകയും സാധാരണ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും മറ്റും വരുന്ന ന്യൂസുകൾ നിങ്ങൾ അപ്പാടെ സ്വീകരിക്കരുത്. തീർച്ചയായിട്ടും ഈ വീഡിയോകൾ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, അവരുടെ ഉദ്ദേശം എന്താണ്, അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ അവർ സംസാരിക്കുന്നത്, ഈ കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് രീതിയിലുള്ള നിക്ഷേപങ്ങളാണ്. മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണലായിട്ട്, ട്രെയിൻഡായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിസർച്ചിൻ്റെ ബേസിസിലാണ് സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ നയിക്കുന്ന മറ്റൊരു ഫീലിംഗ് എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഈ പർട്ടിക്കുലർ മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഈ സെക്കൻഡിൽ ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു ഫീലിംഗ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയുടെ ഷെയർ നിങ്ങൾക്ക് ഇന്ന് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസിന് താഴെ തന്നെ പലപ്പോഴും പല അവസരങ്ങളിലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലുള്ള കമ്പനികൾ ഇവരുടെ ഷെയറുകളെല്ലാം ഫ്രീലി അവൈലബിൾ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. അതുകൊണ്ട് ഈ സെക്കൻഡിൽ ഈ സ്റ്റോക്ക് വാങ്ങിയിട്ടില്ല എങ്കിൽ എനിക്ക് നഷ്ടം സംഭവിക്കുമെന്നുള്ള ഫീലിങ്ങോടെ ഹൈ പ്രൈസിൽ പലരും സ്റ്റോക്കുകൾ വാങ്ങി നഷ്ടം വരുത്താറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഫീലിങ്ങുകൾ, ഫിയറും ഗ്രീഡും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഇത് സ്റ്റോക്ക് മാർക്കറ്റിലും അതേപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ നടത്തുമ്പോൾ മാറ്റിവെക്കേണ്ട കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലുമുള്ള നിക്ഷേപങ്ങൾ ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങളാണ്. ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൽ ചേഞ്ചസുകൾ വന്നേക്കാം. ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഭയപ്പെട്ടാൽ നമുക്ക് നിക്ഷേപങ്ങൾ നടത്താൻ പറ്റില്ല, നിക്ഷേപങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുകയില്ല.
നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോള് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസ്കിൻ്റെ ബേസിസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ക്ഷമ അല്ലെങ്കിൽ പേഷ്യൻസ് എങ്ങനെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതിനെ കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നമ്മുടെ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ആവശ്യം വേണ്ട ഒരു സ്വഭാവ സവിശേഷത പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ ക്ഷമയാണ്. ക്ഷമയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും പെട്ടെന്ന് റിച്ച് ആകണം, പക്ഷേ ഓവർനൈറ്റിൽ റിച്ച് ആകണമെങ്കിൽ ഇതേപോലെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ എല്ലാം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണം. അപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബാങ്കിൽ പോയി ക്യൂ നിന്ന് ചെല്ലാൻ ഫില്ല് ചെയ്തെല്ലാം ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ ഇതേപോലെയുള്ള UPI ആപ്ലിക്കേഷനിലൂടെ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഓൺലൈൻ ബാങ്കിങ് അതേപോലെയുള്ള എല്ലാ ഫെസിലിറ്റികളും അവൈലബിൾ ആണ്. ഈവൻ നമുക്ക് ഫുഡ് ഡെലിവറി, അതേപോലെ ഗ്രോസറി ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നിമിഷങ്ങൾ കൊണ്ട് 5 മിനിറ്റ് 10 മിനിറ്റുകൾ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എല്ലാവരും ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഒരു ക്വിക്ക് ഡെലിവറി പലപ്പോഴും സാധ്യമാകില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയകളുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ പ്രസക്തമായിട്ട് ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ്. ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജുകൾ, മറ്റുള്ള സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവുകൾ, ഈ കിട്ടുന്ന അറിവുകൾ കറക്റ്റായിട്ടുള്ള അറിവുകളാണോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് സ്വയം വിലയിരുത്തുക. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലും മറ്റും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. TV ചാനലുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അത് ചിലപ്പോൾ മാനിപ്പുലേറ്റഡ് ആയിരിക്കാം. എന്നാൽ നമ്മളെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഇതേപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുക്കൾ മാറിയിട്ടുണ്ടെന്ന് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള സെബിയുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നുള്ള നിക്ഷേപ റെക്കമെൻഡേഷനുകൾ വളരെ കെയർഫുള്ളായിട്ട് പഠിച്ചതിന് ശേഷം അത് പ്രോപ്പറാണെന്ന് നമുക്ക് വിലയിരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാനായിട്ടുള്ള എല്ലാ ചാൻസുമുണ്ട്. നിങ്ങൾ നടത്തുന്നത് വലിയ നിക്ഷേപങ്ങളാണെങ്കിലും ചെറിയ നിക്ഷേപങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നോക്കുക, ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം മെഡിറ്റേഷനിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്കറിയാം മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ നിക്ഷേപം നടത്തിയാൽ പല അവസരങ്ങളിലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ചിലപ്പോൾ ലഭിച്ചിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസോ ഗെയിനോ തരാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഫണ്ടമെൻ്റൽസ് ഉള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം വെയിറ്റ് ചെയ്യുക. വീക്കായിട്ടുള്ള ഒരു കമ്പനിയിൽ നിങ്ങൾ നിക്ഷേപം നടത്തി ഇതേപോലെ ഇദ്ദേഹം ഇരിക്കുന്നത് പോലെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പണം നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ചാൻസ് ആണുള്ളത്. ഇതേപോലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ അതിൽ നിന്ന് റിട്ടേൺസ് വേണമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക. SIP സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തണം. നമ്മൾ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെയും നമ്മൾ നിക്ഷേപം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലാണ് നമുക്ക് അതിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. ഈ കാണുന്ന പിക്ചറിൽ അത് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ വളരെ ക്ലിയർ ആണ്. നമ്മളൊരു വൃക്ഷം നടുന്നു.
ഇതിൻ്റെ സ്റ്റേജ് നിങ്ങൾ നോക്കുക. നമ്മൾ ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊണ്ട് നമുക്ക് ഇതേപോലെയുള്ള ഫലം നമുക്ക് ലഭിക്കുകയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നുള്ള ഫ്രൂട്ട്സ് ലഭിക്കുകയില്ല. ഇതിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. നിങ്ങൾ നോക്കുക, വിത്ത് നമ്മൾ വിതച്ചു അല്ലെങ്കിൽ വിത്ത് നട്ടു, അത് മുളച്ചു, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അത് വളർന്ന് കുറേ നാളുകൾക്ക് ശേഷം, കാരണം ഓരോ വൃക്ഷത്തിനും അതിൻ്റെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫലങ്ങൾ നൽകുവാനായിട്ട് ഒരു സമയമുണ്ട്. അത്രയും സമയം എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പഴങ്ങൾ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും. നമ്മൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അത് വളരുന്നതിന് വേണ്ടിയിട്ട് കുറേ സമയം ആവശ്യമാണ്. ആ സമയങ്ങൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് ഉള്ള കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് 5000 രൂപ വീതം മാസം 12% നമുക്ക് ആനുവൽ റിട്ടേൺസ് കിട്ടുമെന്ന് അസ്യൂം ചെയ്യുന്ന ഒരു നിക്ഷേപം, ഒരു SIP നിക്ഷേപത്തിൻ്റെ റിട്ടേൺസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 5 വർഷം കൊണ്ട് നിങ്ങളുടെ നിക്ഷേപം ഏകദേശം 4,08,000 രൂപയാകാം. 10 വർഷം കൊണ്ട് നിങ്ങൾ നോക്കൂ, 5 വർഷം കൊണ്ട് അത് 4,08,000 10 വർഷം കൊണ്ട് എഗെയിൻ 11,61,000 അടുത്ത 5 വർഷത്തിൽ 24 ലക്ഷമായിട്ട് അത് കൂടിയിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിൽ 24 ലക്ഷത്തിൽ നിന്ന് 44 ലക്ഷമായിട്ട് അത് കൂടിയിട്ടുണ്ട്. 30 വർഷം കൊണ്ട് നിങ്ങൾ 5000 രൂപ വീതം മന്ത്ലി നടത്തുന്ന ഒരു SIP ഏകദേശം 1,25,00,000 രൂപയോളം ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ SIP നിക്ഷേപങ്ങൾ നടത്തിയാൽ അത് കണ്ടിന്യൂ ചെയ്യുക. ഇടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എമൗണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാനോ അതോടൊപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കുകയില്ല. ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ മാർക്കറ്റിലെ ട്രെൻഡ് നമ്മൾ ചേസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒറിജിനൽ അസറ്റ് അലോക്കേഷനും എത്ര പീരീഡിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ച് ആ രീതിയിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരുന്നതിന് വേണ്ടിയിട്ട് സമയം ആവശ്യമാണ്. അതിന് ആനുപാതികമായിട്ടുള്ള സമയം കൊടുത്താൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിട്ടേൺസ് കിട്ടുകയുള്ളൂ. പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സബ്സ്ക്രിപ്ഷൻ ചെയ്യാം, അതായത് പർച്ചേസ് ചെയ്യാം, റിഡംഷൻ ചെയ്യാം, തിരിച്ചു വാങ്ങാം, സ്വിച്ച് ചെയ്യാം. ഒരു ഫണ്ടിൽ നിന്ന് വേറെ ഫണ്ടിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം, SIP ചെയ്യാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്, SWP ഉണ്ട്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഉണ്ട്, STP ഉണ്ട്, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ഉണ്ട്. പലപ്പോഴും പലരും ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം അവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തി നിങ്ങൾ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് ശരിയല്ല. ഷോർട്ട് ടൈമിൽ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് നമുക്ക് പ്രോപ്പറായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കുകയില്ല. പല സമയങ്ങളിലും നിങ്ങൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ 1 മാസത്തിലോ 2 മാസത്തിലോ 3 മാസത്തിലോ അതിലൊരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അപ്പം അത് കണ്ട് നിങ്ങൾ പാനിക്കായിട്ട് മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുക. ഒരു ഫണ്ടിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത് റിഡംഷൻ ഫീസ്. സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തി 1 വർഷത്തിനകമാണ് നിങ്ങൾ പൈസ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നോർമലി ഇക്വിറ്റി ഫണ്ടുകളിൽ 1% മുതൽ 1.5% വരെ റിഡംഷൻ ഫീസായിട്ട് ഡിഡക്റ്റ് ചെയ്യും. ഇതിനുപരിയായിട്ട് ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് നിങ്ങൾ പൈസ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഗെയിൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നിങ്ങളുടെ കേസിൽ പലപ്പോഴും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ ഒക്കെ നിങ്ങൾ ഇതേപോലെയുള്ള റൊട്ടേഷൻ നടത്തിയാൽ അല്ലെങ്കിൽ സ്വിച്ച് നടത്തിയാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഈ സെയിം കേസ് സ്വിച്ച് ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടിൽ നിന്ന് പൈസ തിരിച്ചു വാങ്ങി മറ്റൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് റിഡംഷൻ പോലെയാണ്, പൈസ തിരിച്ചു വാങ്ങുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ പൈസ തിരിച്ചു വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ ടാക്സിൻ്റെ റൂൾ ആപ്ലിക്കബിൾ ആണോ അതെല്ലാം സ്വിച്ചിൻ്റെ കേസിലും ആപ്ലിക്കബിൾ ആണ്. ഈവൻ STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് പീരിയോഡിക്കൽ ബേസിസിൽ SIP പോലെ പണം ട്രാൻസ്ഫർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് STP അല്ല സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയുന്നത്. ഈ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനും വർക്ക് ചെയ്യുന്നത് ഒരു ഫണ്ടിൽ നിന്ന് നിങ്ങളുടെ പണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു വാങ്ങി മറ്റൊരു ഫണ്ടിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയും നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തി പൈസ തിരിച്ചു വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, റിഡംഷൻ ഫീസോ ഷോർട്ട് ടൈം ഓർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എല്ലാം ഇതിൽ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് ഒരു ജംഗിൾ സഫാരി പോലെയാണ്.
അപ്പോൾ നമ്മൾ ലയണിനെ കാണാനോ ടൈഗറിനെ കാണാനോ പലപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടതായി വരും. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങൾ അതേപോലെ കണക്കാക്കിയാൽ മതി. നിങ്ങൾ പണം നിക്ഷേപം നടത്തുന്നു, നമ്മുടെ എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അത് എത്രയൊക്കെ പീരീഡ് ആണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. പക്ഷെ പ്രോപ്പറായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലോങ് ടൈം പീരീഡിലായിരിക്കും, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കുള്ള ദീർഘകാല നിക്ഷേപം ആയിരിക്കും. ഇവിടെ എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ളത്, ഇമ്പേഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അവർ ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്ത് അല്ല, അവർ ക്രിയേറ്റ് ചെയ്യുന്ന റിഗ്രറ്റ് ആയിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ പേഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ഫൈനലി ക്രിയേറ്റ് ചെയ്യുന്നത് വെൽത്താണ്. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് ലോങ് ടൈമിലേക്ക് വെയിറ്റ് ചെയ്യാതിരിക്കുന്നത്? അതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. അതെല്ലാ വ്യക്തികളിലും ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദേ വാണ്ട് ആക്ഷൻ, എക്സൈറ്റ്മെൻറ്റ്. അവർക്ക് എല്ലാ കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കണം. കാരണം നമ്മുടെ ഫാസ്റ്റായിട്ട് ഫുഡ് ഡെലിവറി നമ്മുടെ വീട്ടിൽ വരുന്നത് പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഒരു റിട്ടേൺസ് ഫാസ്റ്റായിട്ട് ഡെലിവർ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഈ സ്ലൈഡിൽ പറയുന്നത് നമുക്ക് പേഷ്യൻസിൽ മാസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇവിടെ പറയുന്നത് പ്രാക്ടീസ് മെറ്റാ തിങ്കിങ്, ഒബ്സർവ് യുവർ ഇമോഷൻസ്, സ്റ്റാർട്ട് യുവർ SIP, ദെൻ സ്റ്റോപ്പ് ചെക്കിംഗ് ഡെയിലി റിട്ടേൺസ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എല്ലാ സമയത്തും ഒരു ദിവസം ഒരു 100 പ്രാവശ്യമോ 200 പ്രാവശ്യമോ നമ്മൾ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ്. നമ്മൾ നടത്തുന്ന ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം അനവധി പ്രാവശ്യം നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ സൈക്കോളജിക്കലായിട്ട് അഫക്റ്റ് ചെയ്യും. പല സമയങ്ങളിലും മാർക്കറ്റ് ഡൗൺ ആകുന്ന ഒരു ടെൻഡൻസിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളിത് വിറ്റ് മാറി, അല്ലെങ്കിൽ വിറ്റ് നഷ്ടം ഉണ്ടാക്കാനോ ലാഭം ഉണ്ടാക്കാനോ ഉള്ള ഒരു മനസ്ഥിതിയിലേക്ക് മാറുകയോ ചെയ്യും. അതിനാൽ മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഇത് റെഗുലറായിട്ട് ഇത് നോക്കാതിരിക്കുക. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ഇത് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എൻ്റെ ഒരു സ്വന്തം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കുന്നത് പോലെ ഇവിടെയും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് എത്രയൊക്കെ റിട്ടേൺസ് ആണ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുന്നേയും ഈ സ്കീമിൻ്റെ പെർഫോമൻസ് ഞാൻ ചില വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മയനുസരിച്ച് 2 മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഈ സെയിം ഫണ്ടിൻ്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചിരുന്നു. അന്ന് അതിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്ന ആബ്സല്യൂട്ട് റിട്ടേൺസ് ഏകദേശം 400%. ഇപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് ലഭിക്കുന്ന ആബ്സല്യൂട്ട് റിട്ടേൺസ് 465%, ഏകദേശം 65% ആബ്സല്യൂട്ട് റിട്ടേൺസ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അനുസരിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈവൻ ഷോർട്ട് ടൈമിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ലാഭം ലഭിക്കാമെന്നുള്ളതാണ്. ഇവിടെ ഷോർട്ട് ടൈമിൽ 60%-ൽ കൂടുതൽ ഒരു ആബ്സല്യൂട്ട് റിട്ടേൺ ഇവിടെ ലഭിച്ചപ്പോൾ വേണമെങ്കിൽ എനിക്കിത് വിൽക്കാമായിരുന്നു. പക്ഷേ ഞാനൊരു ലോങ് ടൈം ഇൻവെസ്റ്ററാണ്. തൽക്കാലം എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകാം. അതുകൊണ്ട് ഞാൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഏകദേശം 18%-ഓളം IRR ആണ് ഈ ഫണ്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു 40,000 രൂപ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 2,25,000 രൂപയുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പ് ഒക്കെ മാറ്റി ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ദീർഘകാലത്തേന് നിങ്ങൾ ഹോൾഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതേപോലെയുള്ള റിട്ടേൺസ് ലഭിക്കാം എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണിത്. ഇത് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല. കാരണം ഇത് എനിക്ക് ലഭിച്ച റിട്ടേൺസ് ആണ്. നിങ്ങൾ ഇനി ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തിയാൽ ഇതേപോലെയുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല. പക്ഷേ ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ, നല്ല ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് ലോങ് ടൈമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് ക്ഷമയോടുകൂടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള റിട്ടേൺസ് ലഭിച്ചേക്കാം. ഈ കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ക്ഷമയോടുകൂടി നിക്ഷേപങ്ങൾ നടത്തി ലോങ് ടൈമിലേക്ക് വെയിറ്റ് ചെയ്താൽ നമുക്ക് ബെനിഫിറ്റ് ലഭിക്കുക.
അതോടൊപ്പം തന്നെ ഗ്രീഡ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഇതേപോലെയുള്ള ഫീലിങ്സ് നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നതും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോള് നമ്മളെ അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് അത് നമ്മളെ പിന്നോട്ട് വലിക്കുന്നതെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് കണക്കാക്കരുത്. മ്യൂച്വൽ ഫണ്ടുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച ഗെയിനോ അല്ലെങ്കിൽ റിട്ടേൺസോ അത് ഭാവിയിലേക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.